വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഒരു പുതിയ വിശുദ്ധ ദിവസത്തിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം നമുക്ക് അവസരം നൽകി. ഇന്നത്തെ നമ്മുടെ വായന ഭാഗം സങ്കീർത്തനങ്ങൾ 22 മുതൽ 24 വരെ. ഇന്നത്തെ കുറിവാക്യം 1 രാജാക്കന്മാർ 11 അധ്യായം 17 വാക്യം. ഹദദ് അന്ന് പൈതൽ ആയിരുന്നു. രാജകുലത്തിൽപ്പെട്ട ഒരു എദോമ്യനായിരുന്നു ഹദദ്. ഈ പേര് വേദപുസ്തകത്തിൽ മറ്റു പലർക്കും കാണുന്നു. അതോടൊപ്പം പലസ്തീൻ, സിറിയ, മെസൊപ്പൊത്താമിയ എന്നീ സ്ഥലങ്ങളിൽ ആരാധിച്ചു വന്നിരുന്ന ഒരു അമോര്യ ദേവൻ്റെ പേരുകൂടെയായിരുന്നു ഹദദ്. ഈ പേരിനർത്ഥം ഇടിമുഴക്കം എന്നതാണ്. ഇടിമിന്നലായിരുന്നു ഈ ദേവൻ്റെ സംഹാര ആയുധം എന്ന് ആ വിശ്വാസികൾ വിശ്വസിച്ചിരുന്നു. മാത്രമല്ല, സ്വർഗത്തിലെയും ഭൂമിയിലെയും ജലത്തിൻ്റെ കാവൽക്കാരൻ ഈ ദേവനും ആയിരുന്നു എന്ന് അവർ ചിന്തിച്ചിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഹദദ് ശലോമോൻ്റെ ഒരു പ്രതിയോഗി ആയിരുന്നു. യഹൂദ എദോം കീഴടക്കിയപ്പോൾ ഹദദ് പാരാനിലേക്ക് ഓടിപ്പോകുന്നു. ഹദദ് തൻ്റെ അപ്പൻ്റെ ഭൃത്യന്മാരിൽ ചില എദോമ്യരുമായിട്ടാണ് മിദ്യാനിൽ നിന്നും പാരാനിലേക്ക് യാത്രയായത്. ഹദദ് അന്ന് പൈതലായിരുന്നു എന്ന തിരുവചനത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. 1 രാജാക്കന്മാർ 11 അധ്യായം 14 മുതലാണ് ഈ സംഭവം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. തുടർന്ന് പാരാനിൽ നിന്ന് ആളുകളെയും കൂട്ടിക്കൊണ്ട് മിസ്രയീം രാജാവായ ഫറവോൻ്റെ അടുക്കൽ ഹദദ് ചെല്ലുന്നു. അങ്ങനെ മിസ്രയീം രാജാവ് ഹദദിന് ഒരു വീടും ആഹാരം കൽപ്പിച്ച് ഒരു ദേശവും കൊടുക്കുന്നു. അതിനുശേഷം ഹദദിനെക്കുറിച്ച് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഇപ്രകാരമാണ്. ഹദദിനോട് വളരെയധികം താല്പര്യം അഥവാ ഇഷ്ടം തോന്നിയ രാജാവ് തൻ്റെ ഭാര്യയായ തഹ്പനേസ് രാജ്ഞിയുടെ സഹോദരിയെ ഹദദിന് ഭാര്യയായിട്ട് കൊടുക്കുന്നു. തുടർന്ന് തഹ്പനേസിൻ്റെ സഹോദരി ഹദദിന് ഗനൂബത്ത് എന്ന ഒരു മകനെ പ്രസവിക്കുന്നു. അതിനുശേഷം ആ കുഞ്ഞിനെ ഫറവോൻ്റെ അരമനയിൽ തന്നെ വളർത്തുന്നതായിട്ടും ഫറവോൻ്റെ പുത്രന്മാരോടുകൂടെ ആ കുഞ്ഞിനെയും വളർത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ കുറേ കാലം കഴിഞ്ഞ് ദാവീദ് രാജാവിൻ്റെ മരണവാർത്ത അറിഞ്ഞതിനു ശേഷവും ദാവീദ് രാജാവിൻ്റെ സേനാപതിയായ യോവാബ് മരിച്ചു എന്ന് ഹദദ് കേട്ടപ്പോൾ ഫറവോനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ ദേശത്തേക്ക് യാത്രയാകുവാനായിട്ട് എന്നെ അയക്കണമെന്ന്. തുടർന്ന് ഫറവോൻ ഹദദിനോട് ചോദിക്കുന്നുണ്ട്, നീ ഇങ്ങനെ ആഗ്രഹം പ്രകടിപ്പിക്കുന്നത് എന്താണ്? നിനക്ക് എൻ്റെ അടുത്ത് എന്തെങ്കിലും കുറവുണ്ടോ? എന്നാൽ ഹദദ് മറുപടി പറയുന്നു, കുറവൊന്നും ഉണ്ടായിട്ടല്ല, എങ്കിലും എന്നെ ഒന്ന് അയക്കണം എന്ന് പറയുന്നുണ്ട്. തുടർന്നുള്ള ഹദദിൻ്റെ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു. കാരണം യഹോവ കൽപ്പിച്ചതുപോലെ നിവൃത്തിയാകണമെങ്കിൽ ഇത്തരത്തിലുള്ള പ്രതിയോഗികൾ എഴുന്നേൽക്കേണ്ടതായിട്ട് ഉണ്ട്. എന്നാൽ യഹോവ എദോമ്യനായ ഹദദ് എന്ന ഒരു പ്രതിയോഗിയെ ശലോമോൻ്റെ നേരെ എഴുന്നേൽപ്പിച്ചു എന്ന് തിരുവചനത്തിൽ നിന്ന് നമുക്ക് വായിച്ച് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. അങ്ങനെയെങ്കിൽ ശലോമോൻ രാജാവിൻ്റെ ശത്രുഭാഗത്ത് നിന്ന ഒരു പ്രധാനപ്പെട്ട വ്യക്തി ഹദദ് ആയിരുന്നു. ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അഥവാ ദൈവിക കൽപ്പനകൾ മറന്നുള്ള ഒരു ജീവിതമാകുന്നുവെങ്കിൽ തീർച്ചയായും ശിക്ഷാവിധി ഉറപ്പാണ്. പ്രിയമുള്ളവരെ, നമ്മളെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ജീവിതം എപ്രകാരമായിരിക്കുന്നു എന്ന് ശോധന ചെയ്യാം, പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഈ നല്ല പ്രഭാതത്തിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ പ്രഭാതത്തിൽ ഞങ്ങളെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാനായിട്ട് ഞങ്ങളെ ഇടയാക്കിയല്ലോ. ഞങ്ങളുടെ ജീവിതത്തിലെ കുറവുകളെക്കുറിച്ചുള്ള ബോധ്യം എപ്പോഴും ഞങ്ങൾക്ക് നൽകി തരുമാറാകണമേ. എന്നാൽ നിത്യമായ ഒരു ന്യായവിധി ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ലോകത്തിൽ ജീവിപ്പാൻ എപ്പോഴും ഞങ്ങളെ ഇടയാക്കണമേ. ആമേൻ.